നമ്മുടെ ബിസിനസ് റെഗുലേഷൻ്റെ 10ാമത്തെ സെഷനിലും നമ്മൾ ലോ റിഗാർഡിംഗ് മൈനേഴ്സ് എഗ്രിമെൻ്റ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 5ാമതൊരു പോയിൻ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ ഇസ് നോട്ട് അപ്ലിക്കബിൾ ടു മൈനേഴ്സ്. പ്രിൻസിപ്പിൾ ഓഫ് എക്സ്റ്റോപ്പിൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രിവെൻറ്റിംഗ് സം വൺ ഫ്രം സംതിങ്. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം ഒരാളൊരു കാര്യം പറഞ്ഞു, ഒരു വസ്തുത പറഞ്ഞു, പിന്നീട് അയാൾ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുന്നതിന് നിയമം അയാളെ അനുവദിക്കില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ. അതായത് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, പിന്നീട് അയാൾ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അയാളത് നിഷേധിക്കുന്നതിന് നിയമം അനുവദിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ നമ്മുടെ മൈനറിന് ബാധകമല്ല. അതാണ് ഇത് പറയുന്നത്. ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലും ഒരേപോലെയാണ് പറയുന്നത്. സപ്പോസ് ഒരു മൈനർ ബൈ മിസ്റെപ്രസൻറ്റേഷൻ ഫ്രോഡുലൻ്റായിട്ട് അയാൾ മേജറാണെന്ന് പറയുന്നു, എന്നിട്ടൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. പിന്നീട് അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ സ്വയമേ ഒരു ഡിഫെൻസായിട്ട്, ആ കോൺട്രാക്റ്റിന് ഡിഫെൻസായിട്ട് അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾ പറയുകയാണ്, ഈ കോൺട്രാക്റ്റ് ഫോം ചെയ്ത സമയത്ത് ആക്ച്വലി ഞാൻ മേജറല്ല മൈനറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഫോം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ അയാൾ ആ പ്രൊട്ടക്ഷൻ ഫോം ചെയ്യുന്നതിന് നിയമം തടസ്സപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഒരു മൈനർ 5,000 റുപ്പീസ് മേജറാണെന്ന് പറഞ്ഞിട്ട് ഫ്രോഡുലൻ്റായിട്ട് വാങ്ങിച്ചു. പിന്നീട് അയാൾ പറയാണ് ഞാൻ മൈനറാണ്. അപ്പോൾ ഈ ക്രെഡിറ്റർക്ക് ഈ മൈനറിൻ്റെ അടുത്തുനിന്നും ആ പൈസ എന്ത് ചെയ്യാൻ പറ്റില്ല, റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ നമ്മുടെ മൈനേഴ്സിന് ബാധകമല്ലാത്തത് കൊണ്ട് മൈനറിന് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ മാറ്റിമറിക്കാം. പക്ഷേ നിയമം അപ്പോഴും അവർക്ക് ചില ന്യായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു മൈനർ മേജറാണെന്ന് മിസ്റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് 5,000 രൂപ വാങ്ങിച്ചു, പിന്നീട് അയാൾ മൈനറാണെന്ന് പറയാണ്. അപ്പം ഈ ക്രെഡിറ്റർക്ക് ഈ മൈനറുടെ കയ്യിൽ നിന്ന് അയാൾ കൊടുത്ത പൈസ ഈടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ കോർട്ടിൽ ഈക്വിറ്റബിൾ കൺസിഡറേഷൻ അനുസരിച്ചിട്ട് ഈ റെസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൈനർ പൊസസ് ചെയ്ത മണി, അതുപോലെ എന്താണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് തിരിച്ചു കൊടുക്കാനായിട്ട് പറയും. ഓക്കെ, ഇനിയിപ്പോൾ അയാൾ ആ മൈനർ ആ പൈസ ചിലവാക്കി, അയാളുടെ അടുത്ത് അത് ട്രേസ് ചെയ്യാൻ യാതൊരു മാർഗ്ഗമില്ലെങ്കിൽ പിന്നെ മൈനറെ പൈസ പേ ചെയ്യാൻ കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഇനി എ മൈനർ ഇസ് ലയബിൾ ഫോർ നെസസറി സപ്ലൈഡ്. നമുക്കറിയാം ഒരു മൈനർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റില്ല. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡാണ്, ഇൻവാലിഡാണ്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈനേഴ്സിന് യാതൊരു കോൺട്രാക്റ്റിലും ഏർപ്പെടാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിയമം പറയുന്നൊരു കാര്യം ഇതാണ്, മൈനേഴ്സിന് അവരുടെ നെസസിറ്റീസ് ആയിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിയമം മൈനേഴ്സിന് നെസസറീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൈനർ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് ഒരു ഷോപ്പ് കീപ്പറുടെ അടുത്തു നിന്നും ക്രെഡിറ്റ് ബേസിൽ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഇൻ റിട്ടേൺ ഒരു പ്രോമിസറി നോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രേഡർക്ക് ആ പ്രോമിസറി നോട്ടിൻ്റെ ബേസിൽ ഈ മൈനറിന് എഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, കാരണം ആൾ മൈനറാണ്. ഓക്കെ, പിന്നെ ഈ പ്രോമിസറി നോട്ട് ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് മൈനറായിട്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് വോയിഡാണ്. പക്ഷേ ഈ ട്രേഡർക്ക് ഈ മൈനറിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൈനർ പർച്ചേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് അയാളുടെ നെസസറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നെസസറിയുടെ ബേസിൽ മൈനർക്ക് കോൺട്രാക്റ്റ് ഫോം ചെയ്യാം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ബേസിൽ കേസ് ഫയൽ ചെയ്യാം. എന്നിട്ട് നമ്മളുടെ കോർട്ട് വഴി ഈ പറയുന്ന മൈനറുടെ കയ്യിൽ നിന്നും ആ ടെക്സ്റ്റ് ബുക്സിൻ്റെ പൈസ ഈടാക്കാം. അപ്പം ഈ
ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്ന നെസസറീസ് ആയതുകൊണ്ട് ട്രേഡർക്ക് എന്ത് ചെയ്യാം, ആ ബേസിൽ മൈനറിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി നമ്മളുടെ കോർട്ട് ഒരു ഓർഡർ പ്രത്യേകിച്ചും ഈ പറയുന്ന മൈനറിൽ പുറപ്പെടുവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈനറിന് ഇതുപോലെ ഒരു നെസസറിക്ക് വേണ്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അത് വാലിഡാണ്. പക്ഷേ ആ വാലിഡായിട്ടുള്ള കോൺട്രാക്റ്റിൽ ആ മൈനറുടെ പ്രോപ്പർട്ടിക്കാണ് ലയബിലിറ്റി ബാധ്യത വരിക, അല്ലാതെ മൈനർക്ക് ഒരു വ്യക്തിയായിട്ടുള്ള മൈനർക്ക് ഒരു ബാധ്യത വരുന്നില്ല. അപ്പോൾ നെസസറിക്ക് വേണ്ടി ഒരു മൈനർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ആ മൈനറുടെ ആ കോൺട്രാക്റ്റിൽ മൈനറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടല്ല, അയാളുടെ പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ലയബിലിറ്റി വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡർക്ക് മൈനർ പൈസ കൊടുക്കാനുണ്ടത്, അയാൾ പൈസ കൊടുത്തില്ല. അപ്പോൾ ട്രേഡർക്ക് ആ മൈനറുടെ പ്രോപ്പർട്ടിയിൽ നിന്നും അത് ഈടാക്കാം എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വിറ്റിട്ട് ഈടാക്കാം, അല്ലാതെ മൈനർ വ്യക്തിപരമായിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ ലയബിളായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം മൈനർ നെസസറിയുടെ സാധനങ്ങൾ വാങ്ങിച്ചു, അപ്പോൾ അത് വാലിഡ് കോൺട്രാക്റ്റായി. ആ നെസസറി സാധനങ്ങൾ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അയാളുടെ പാരൻസിന് വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണെങ്കിലും അവിടെ അയാൾ ലയബിളാണ്. ഓക്കെ. ഇനി സർവീസ് റെൻഡഡ് ടു എ മൈനർ. ഇപ്പോൾ ഒരു മൈനർക്ക് പല ഡിഫറെൻറ്റ് സർവീസസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ, മെഡിക്കൽ സപ്പോർട്ട്, ലീഗൽ അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിൽ സർവീസസ് മൈനറിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും അയാൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്, അയാൾക്ക് ലയബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ലയബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ പ്രോപ്പർട്ടിക്കാണ് ലയബിലിറ്റി വരുന്നത്, അല്ലാതെ മൈനർ എന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുള്ള ലയബിലിറ്റി വരുന്നില്ല. പിന്നെ നമ്മുടെ മൈനർക്ക് ഒരു പ്രോമിസി ആയിട്ട് അല്ലെങ്കിൽ ബെനഫിഷ്യറി ആയിട്ട് നിൽക്കാം. ഓക്കെ. ഒരു കോൺട്രാക്റ്റിൽ മൈനർക്ക് പ്രോമിസി അല്ലെങ്കിൽ ബെനഫിഷ്യറി ആയിട്ട് നിൽക്കുന്നതിന് നിയമം പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മൈനർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ വേറൊരാൾക്ക് കൊടുത്തു. അപ്പോൾ ആ ബോറോവർ എന്ത് ചെയ്തു, ഒരു പ്രോമിസറി നോട്ട് ഈ ബോറോ ചെയ്ത പൈസയ്ക്ക് പകരമായിട്ട് മൈനർക്ക് കൊടുക്കുകയാണ്. ഇവിടെ മൈനർ ഒരു പ്രോമിസിയാണ്. ഓക്കെ. കാരണം ബോറോവർ ഒരു പ്രോമിസി നോട്ട് കൊടുത്തു, അത് മൈനർ റിസീവ് ചെയ്യുന്നു, മൈനർ ഒരു പ്രോമിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാം. ഓക്കെ. പക്ഷേ പ്രോമിസറായിട്ട് നിലകൊള്ളാൻ പറ്റില്ല, കാരണം പ്രോമിസർ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലയബിലിറ്റീസ് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മൈനർക്ക് പ്രോമിസർ ആവാൻ പറ്റില്ല, പ്രോമിസി ആവാം. പിന്നെ മൈനർക്ക് ഏജൻ്റ് ആവാനും നമ്മളുടെ നിയമം അനുവദിക്കുന്നുണ്ട്. മൈനറിനെ ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, ഒരു പ്രിൻസിപ്പളിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, പ്രിൻസിപ്പളിൻ്റെ തേർഡ് പാർട്ടി ആയിട്ട് മൈനർക്ക് ആക്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ പ്രിൻസിപ്പളിന് തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്ന മൈനർ ഏജൻറ്റിന് കോമ്പൻസേഷൻ റിക്കവറി ഒന്നും പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഈ മൈനർ ഏജൻറ്റ് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ ഈ പറയുന്ന മൈനർ ഏജൻറ്റിൽ നിന്നും ഈടാക്കാനായിട്ട് പറ്റില്ല, അതിന് പ്രിൻസിപ്പൽ തന്നെ ബാധ്യസ്ഥനാവും. ഓക്കെ. ആ രീതിയിൽ. പിന്നെ മൈനർ ആസ് എ പാർട്ട്ണർ, മൈനർക്ക് സ്വാഭാവികമായിട്ടും ഒരു പാർട്ട്ണർ ആവാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് അയാൾക്ക് കിട്ടാമെന്ന് മാത്രം. പാർട്ട്ണർഷിപ്പിൽ റൈറ്റ്സ് ഉണ്ടാവില്ല, ലയബിലിറ്റീസ് മാത്രമേ നമ്മുടെ മൈനർക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരിക്കലും ഒരു മൈനറിനെ നമുക്ക് ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കാരണം മൈനർക്ക് നെസസറിയുടെ ബേസിൽ ഒരു കോൺട്രാക്റ്റിൽ വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവിടെ ആ കോൺട്രാക്റ്റിൽ മൈനറിലെ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ലയബിലിറ്റി മൈനർക്ക് ഇല്ല, മൈനറുടെ വസ്തുവകകൾക്കാണ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മൈനറിനെ നമുക്ക് ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് അതെന്താണ്? ഒരു കമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അയാൾ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം. ഒരു സൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അയാൾക്ക് ആ കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതും അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു പക്വത അയാൾക്കുണ്ടായിരിക്കണം.
അത് അയാളുടെ സ്വമേധയാളുടെ ഇൻട്രസ്റ്റിലായിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടതും. അങ്ങനെയുള്ള വ്യക്തിനെയാണ് നമ്മൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഒരു അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ള മെൻ്റൽ ഡിസറേഞ്ച്മെൻറ്റിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇഡിയറ്റ്സ്, ലുനറ്റിക്സ് ആൻഡ് ഡ്രങ്കൺ. ഇഡിയറ്റ്സ് എന്ന് വെച്ചാൽ അങ്ങനെ അധികം ചിന്തിക്കാൻ കഴിവില്ലാത്തവർ. ലുനറ്റിക്സ് എന്ന് വെച്ചാൽ ബുദ്ധിഭ്രമം ഉണ്ടാവുന്നവർ. ഇടയ്ക്കിടയ്ക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ. അതാണ് ലുനറ്റിക്സ്. പിന്നെ ഡ്രങ്കൻ, വെള്ളമടിച്ച് ബോധമില്ലാത്തവർ. അവരെയൊക്കെ നമ്മൾ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ആർക്കും തന്നെ ഒരു കോൺട്രാക്റ്റിൽ, ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഈ ലുനറ്റിക്സിൽ തന്നെ ബുദ്ധിഭ്രമം, ഇടയ്ക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, ചിലപ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഈ ലുനറ്റിക്സിലധികം ആൾക്കാർ ചില സമയത്ത് അൺസൗണ്ട് മൈൻഡായിട്ടും ചിലപ്പോൾ സൗണ്ട് മൈൻഡഡ് ആയിട്ടിരിക്കാം. അപ്പോൾ അതിൽ 2 വിഭാഗമുണ്ട്. അതായത് സാധാരണഗതിയിൽ അൺസൗണ്ട് മൈൻഡാണ്, ഒക്കേഷണലി സൗണ്ട് മൈൻഡ് ആവും അല്ലേ. ചില സമയങ്ങളിൽ മാത്രം നല്ല ബുദ്ധിയായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ മോശമായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സൗണ്ട് മൈൻഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലുനറ്റിക്, അയാൾ ഒക്കേഷണലി മാത്രമേ ബുദ്ധിഭ്രമം ഉണ്ടാവുന്നുള്ളൂ, അതായത് ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാതെ ആവുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് അയാൾ സൗണ്ട് മൈൻഡഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അയാൾ അൺസൗണ്ട് മൈൻഡ് ടൈമിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല.